ട്രംപിനെ ഏത് നിമിഷവും വകവരുത്തും ആ ഒരു നീക്കത്തിലേക്ക് ഇറാൻ എത്തിയിരിക്കുകയാണ്. ഇനി ട്രംപിന് രക്ഷയില്ല, ഒളിച്ചോടുകയല്ലാതെ മറ്റു മാർഗമില്ല. ട്രംപിന്റെ മകനും മകൾക്കും ആ ഒരു ഭീഷണി നേരിടുകയാണ്. സ്വന്തം മകന്റെ കല്യാണ ചടങ്ങിൽ പോലും പങ്കെടുക്കാൻ കഴിയാതെ ഒളിച്ചോടുകയാണ് ട്രംപ്. അതേ സ്ഥാനത്ത് തന്നെ ട്രംപിന്റെ മകളുടെ തലയ്ക്കും വിലയിട്ടിരിക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ വലിയ രീതിയിലുള്ള ഭീഷണിയാണ് ഇപ്പോൾ ട്രംപിന്റെ കുടുംബം ഏറ്റുവാങ്ങുന്നത്. ട്രംപിന് ഇനി യാതൊരു തരത്തിലുള്ള രക്ഷയില്ല. ട്രംപിനെ വകയിരുത്താൻ ഇറാൻ അതിന്റെ നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല, മകന്റെ കല്യാണത്തിന് പോലും പങ്കെടുക്കാൻ സാധിക്കുന്നില്ല, ഒളിച്ചോടുകയാണ്. മകളുടെ തലയ്ക്കും വിലയിട്ടിരിക്കുകയാണ്. ആകെ മൊത്തത്തിൽ ട്രംപിന് വധഭീഷണി വലിയ രീതിയിൽ തന്നെ മുഴങ്ങുകയാണ്. ഏത് നിമിഷവും അത് സംഭവിക്കാം എന്ന രീതിയിലേക്കാണ് ഇറാൻ തന്റെ നീക്കങ്ങൾ നടത്തുന്നത്. വളരെ നിർണായകമായിട്ടുള്ള ട്രംപിനെ അടപടലം പിഴുതെറിയുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. അത്തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. ഏത് നിമിഷവും ട്രംപിന് അത് മരണം സംഭവിക്കാം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഒരു വശത്ത് മകന്റെ കല്യാണ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല, ട്രംപിന്റെ തലയ്ക്ക് വിലയിട്ടിരിക്കുന്നു. മറുവശത്ത് തന്റെ മകളുടെ നീക്കങ്ങൾ അറിയുന്നു, ഓരോ ദിവസം അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയുന്നു. അതിനുശേഷം അവരെയും വകവരുത്താൻ വേണ്ടിയിട്ട് നീക്കങ്ങൾ നടത്തുകയാണ്, അല്ലെങ്കിൽ ഗൂഢാലോചനകൾ നടത്തുകയാണ് എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ മകന്റെ വിവാഹം പോലും അടിയന്തരമായിട്ട് ഉപേക്ഷിക്കേണ്ടി വന്നിരിക്കുകയാണ്. കാരണം US പ്രസിഡന്റിന് അത്രയേറെ പ്രഹരമാണ് ഏറ്റിരിക്കുന്നത്. ഒരടി മുന്നോട്ട് പോകാൻ പോലും കഴിയാതെ തരത്തിൽ ഇറാന്റെ നീക്കങ്ങൾ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഏത് നിമിഷവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മരണം സംഭവിക്കാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വലിയ വധഭീഷണിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ട്രംപിന്റെ മകൾ ഇവാങ്ക ട്രംപിനെ ലക്ഷ്യമിട്ട് ഇറാന്റെ മണ്ണിൽ രൂപം കൊണ്ട അതീവ രഹസ്യ വധശിക്ഷ പദ്ധതി US രഹസ്യാന്വേഷണ ഏജൻസികൾ വെളിച്ചെടുത്ത് കൊണ്ടുവന്നു എന്നുള്ള വാർത്തകളൊക്കെ ന്യൂയോർക്ക് ടൈംസ് അതിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതീവ ജാഗ്രതയിലാണ് ഇറാന്റെ സൈനിക വിഭാഗമായിട്ടുള്ള IRGCയുടെ തണലിൽ ഒരു കമാൻഡറാണ് ഈ ഒരു നീക്കങ്ങൾ നടത്തിയത് എന്നുള്ള വിവരങ്ങളാണ് ഈ ന്യൂയോർക്ക് ടൈംസ് അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിൽ പുറത്തുവിട്ടിരിക്കുന്ന കാര്യങ്ങളിൽ പറയുന്നത്. ഇറാനെതിരെ അമേരിക്ക കടുത്ത യുദ്ധ പ്രഖ്യാപനവുമായിട്ട് നീങ്ങുന്ന നിർണായക സമയത്ത് പുറത്തു വരുന്ന വധശ്രമ വാർത്ത ട്രംപ് കുടുംബത്തിന്റെ നെഞ്ചിടിപ്പ് കൂട്ടുക മാത്രമല്ല, അമേരിക്കയെ യുദ്ധസമാനമായിട്ടുള്ള ജാഗ്രതയിലേക്ക് തള്ളിവിടുകയും ചെയ്തിരിക്കുകയാണ്. ഇറാന്റെ ഔദ്യോഗിക സൈനിക വിഭാഗമായിട്ടുള്ള IRGCയിൽ നിന്ന് പ്രത്യേക പരിശീലനം സിദ്ധിച്ച മുഹമ്മദ് ബഖർ സാദ് ദാവൂദ് അൽ സാദി എന്ന ഇറാഖ് സ്വദേശിയാണ് വധശ്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നാണ് പറയുന്നത്. അതായത് മകളുടെ വധശ്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആളുടെ പേരാണ് ഈ പറഞ്ഞത്. അതായത് ഇറാന്റെ നേരിട്ടുള്ള പിന്തുണയോടെ പ്രവർത്തിക്കുന്ന കദായിബ് ഹിസ്ബുള്ളയുടെ പ്രമുഖ കമാൻഡറാണ് ഇദ്ദേഹം. അത്യാധുനിക ആയുധങ്ങളിലും രഹസ്യ സൈനിക നീക്കങ്ങളിലും വിദഗ്ധ പരിശീലനം നേടിയ വ്യക്തി കൂടിയാണ് അൽ സാദി എന്ന് പറയുന്നത്. ഇന്ന് ട്രംപിന് ഒരടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയാത്ത തരത്തിൽ ഇറാൻ പണി തുടങ്ങിയിരിക്കുകയാണ്. ഇറാന്റെ പണിയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് രാജ്യം. സൈനികർ വലിയ രീതിയിലുള്ള ജാഗ്രതയിലാണ്, സുരക്ഷയിലാണ്, സുരക്ഷാ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. സ്വന്തം മകന്റെ കല്യാണത്തിന് എത്താൻ പോലും കഴിയാത്ത രീതിയിൽ അടിയന്തരമായിട്ട് അദ്ദേഹം ആ ഒരു രീതിയിൽ പിന്മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ ട്രംപ് പ്രശ്നത്തിലാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പോലും അദ്ദേഹത്തിന് അറിയില്ല. ഇറാൻ പാർലമെന്റ് കൗണ്ടർ ആക്ഷൻ ബൈ ദ മിലിറ്ററി ആൻഡ് സെക്യൂരിറ്റി ഫോഴ്സ് എന്ന പേരിൽ ഒരു ബിൽ ചർച്ചാ ഘട്ടത്തിലാണ്. ഇതിൻ പ്രകാരം ഡൊണാൾഡ് ട്രംപിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും വധിക്കുന്നവർക്ക് 50 മില്യൺ യൂറോ പ്രതിഫലം നൽകാൻ നിർദ്ദേശമുണ്ട്. അപ്പോൾ അത്തരം നീക്കങ്ങൾ അവിടെ നടക്കുമ്പോൾ സ്വന്തം രാജ്യത്ത് പോലും സുരക്ഷ ഉറപ്പാക്കാൻ ട്രംപിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് മകന്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ കഴിയാതെ മടങ്ങുമ്പോൾ ഒരു കാര്യം ഓർക്കണം, മകളും അത്ര സുരക്ഷിതമല്ല. മകളുടെ കാര്യത്തിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ്. സ്വന്തം മകൾ ഏത് നിമിഷവും വധിക്കപ്പെടാം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ കടപ്പ്. കാരണം അത്രയേറെ രീതിയിലാണ് ഈ ഇറാൻ തന്റെ നീക്കങ്ങൾ നടത്തുന്നത്. ഫെബ്രുവരിയിൽ നടന്ന ടെഹ്റാനിൽ നടന്ന ആക്രമണത്തിന് പ്രതികാരമായിട്ടാണ് ഈ ഓരോ കാര്യങ്ങളും ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 50 മില്യൺ യൂറോ പ്രതിഫലം നൽകാൻ ഉള്ള നിർദ്ദേശമാണ്. അതായത് നെതന്യാഹുവിന്റെയും ഈ പറയുന്ന ട്രംപിന്റെയും തലയ്ക്കുള്ളത്. ആ തല എടുക്കുന്നവർക്ക് അല്ലെങ്കിൽ വധിക്കുന്നവർക്ക് ആണ് ഈ 50 മില്യൺ യൂറോ പ്രതിഫലം നൽകാം എന്ന് പറയുന്നത്. മാത്രമല്ല, ഇതിനിടയിൽ വളരെ നിർണായകമായിട്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ഏത് നിമിഷവും അത് സംഭവിക്കാം. ആകെ മൊത്തത്തിൽ പ്രശ്നത്തിലാണ്. ട്രംപിന്റെ തലയ്ക്ക് കോടികൾ വിലയിട്ടുകൊണ്ട് ഇറാൻ പാർലമെന്റ് നേരിട്ട് ഒരു ബിൽ പാസ്സാക്കാൻ ഒരുങ്ങുന്നതും ഏത് നിമിഷവും ഒരു ആക്രമണം പ്രതീക്ഷിച്ച് US മിലിറ്ററിയും ഇന്റലിജൻസും അതീവ ജാഗ്രതയിൽ തുടരുന്നതും ഇതിന്റെ തെളിവാണ്. വൻ ശക്തിയായിട്ടുള്ള US പ്രസിഡന്റിന് സ്വന്തം മകന്റെ കല്യാണത്തിന് പോലും ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലം
തലത്തിൽ ഇറാന്റെ ഈ ഒരു കടുത്ത വെല്ലുവിളി എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിട്ട് മാറിക്കഴിഞ്ഞു. ഇനി ട്രംപിന് യാതൊരു തരത്തിലും രക്ഷയില്ല എന്നുള്ളതാണ്. ട്രംപിനെ ലക്ഷ്യമിട്ട് ഇറാൻ വധശ്രമത്തിന് പദ്ധതി ഇടുന്നതായിട്ടുള്ള രഹസ്യ അന്വേഷണ വിവരങ്ങളാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. ഫെബ്രുവരിയിൽ ടെഹ്റാനിൽ നടന്ന ആക്രമണങ്ങൾക്ക് പ്രതികാരമായിട്ടാണ് ഓരോന്ന് ചോദ്യം ചെയ്തുകൊണ്ട് ഇറാൻ ഈ ഒരു നീക്കം നടത്തുന്നത്. മാത്രമല്ല, ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുകളെ തുടർന്നാണ് US ഇന്റലിജൻസ് ഏജൻസികളും വൈറ്റ് ഹൗസും കനത്ത സുരക്ഷാ മുൻകരുതലുകളിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അവിടെ ആകെ മൊത്തത്തിൽ പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷ ഇപ്പോൾ ഒരുക്കുന്നുണ്ട്. ഈ സുരക്ഷ ഒരുക്കുന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് സ്വന്തം മകന്റെ കല്യാണത്തിന് വരാൻ പോലും കഴിയാത്ത അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അവിടെ സ്വന്തം രാജ്യത്ത് ട്രംപിന് അനങ്ങാൻ പോലും പറ്റുന്നില്ല. സുരക്ഷ ഒരുക്കുന്നുണ്ടെങ്കിലും ഏത് നിമിഷവും അത് സംഭവിക്കാം. പക്ഷെ ആ സുരക്ഷ ഒരുക്കലിലും ഇറാന്റെ കൈ അവിടെ ചെന്നു എന്നുള്ളതാണ്. അതായത് ഇറാന്റെ നീക്കങ്ങൾ അവിടെ നടന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. അത്രയേറെ സുരക്ഷ ഒരുക്കിയിട്ടും ഇറാന്റെ നീക്കങ്ങൾ വളരെ നിർണായകമായിട്ട് നടന്നു. മകളുടെ അല്ലെങ്കിൽ മകൾ എന്ത് ചെയ്യുന്നു, മകൾ ഇവാങ്ക പോകുന്ന സ്ഥലം, കഴിക്കുന്ന ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ ഡീറ്റെയിൽസും ചോർത്തിക്കൊണ്ട് ആ മകളെ കൊല്ലുവാനുള്ള നീക്കങ്ങളും നടക്കുന്നു. അല്ലെങ്കിൽ ആ നീക്കത്തിലേക്ക് ഇറാൻ പോയി എന്നുള്ളത് അമേരിക്ക ഒന്നടങ്കം ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം സ്വന്തം ട്രംപിനെ അല്ലെങ്കിൽ പ്രസിഡന്റിനെ വധിക്കാൻ ഈ നീക്കങ്ങൾ നടക്കുമ്പോൾ അവിടുത്തെ ജനതയുടെ സുരക്ഷ എത്രത്തോളം ഭീതിയിലായിരിക്കും എന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എന്തായാലും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഏത് നിമിഷവും ശക്തമായിട്ടുള്ള സൈനിക നീക്കമോ മിസൈൽ ആക്രമണമോ ഉണ്ടായേക്കാം എന്ന കണക്കുകൂട്ടലിൽ US മിലിറ്ററിയും പെന്റഗണും പൂർണ്ണമായിട്ട് സജ്ജമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായിട്ട് US സൈന്യവും ഇന്റലിജൻസ് വിഭാഗങ്ങളും ആഗോളതലത്തിൽ തന്നെ അതീവ ജാഗ്രതയിലാണുള്ളത്. പശ്ചിമേഷ്യയിലെ US സൈനിക താവളങ്ങളിലും കനത്ത സുരക്ഷാ നിരീക്ഷണത്തിന്റെ കീഴിലാണുള്ളത്. നമുക്കറിയാം, യുദ്ധം തുടങ്ങി വെടിനിർത്തലൊക്കെയാണ്, സമാധാന ചർച്ചകളൊക്കെയാണ് എന്ന് പറയുമ്പോഴും ഇറാന്റെ നിർണായക നീക്കങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയെ വീണ്ടും ഭീതിപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യമേ ട്രംപിന്റെ തലയ്ക്ക് വിലയിടുന്നു, നെതന്യാഹുവിന്റെ തലയ്ക്ക് വിലയിടുന്നു. അതോടൊപ്പം ട്രംപിന്റെ മകൾ ഇവാങ്കയ്ക്കെതിരെ വധശ്രമം നടക്കുന്നു എന്നുള്ള ഒരു ഗൂഢാലോചനയും കൂടി പുറത്തു വരുമ്പോൾ അത് എത്രത്തോളമാണ് ഇവരെ ഭീതിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ആശങ്കയിലാഴ്ത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, കനത്ത ജാഗ്രതയാണ്. 2020 ജനുവരിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപിന് നേരിട്ടുള്ള ഉത്തരവിലൂടെ ഇറാന്റെ പ്രമുഖ സൈനികൻ കമാൻഡർ ജനറൽ ഖസീം സുലൈമാനി ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. അന്ന് ഈ ഒരു സംഭവത്തിന് ഈ ഒരു തിരിച്ചടി കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ഈ കൊലപാതകത്തിന് ട്രംപ് കുടുംബത്തോട് പ്രതികാരം വീട്ടുക എന്നതായിരുന്നു അൽ സാദിയുടെയും ഇറാന്റെയും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ട്രംപിന്റെ ഏറ്റവും അടുത്ത കുടുംബാംഗത്തെ വധിക്കുന്നതിലൂടെ അമേരിക്കയ്ക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകാനാണ് ഇവർ പദ്ധതിയിട്ടിരുന്നത്. ഈ പദ്ധതിയാണ് ഇപ്പോൾ പുറം ലോകം അറിയുന്നത്. വധശ്രമത്തിനായിട്ട് ഇവാങ്ക ട്രംപിന്റെ ഫ്ലോറിഡയിലുള്ള ആഡംബര വസതിയുടെ കൃത്യമായിട്ടുള്ള ഭൂപടവും സുരക്ഷാ വിവരങ്ങളും പ്രതി കൈക്കലാക്കിയിരുന്നു. ഇവാങ്കയുടെ ദൈനംദിന സഞ്ചാരപാതകളും സുരക്ഷാ ഉദ്യോഗസ്ഥരും മാറ്റങ്ങളും ഇയാൾ മാസങ്ങളോളം നിരീക്ഷിച്ചു വരികയായിരുന്നു. അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗമായിട്ടുള്ള സീക്രട്ട് സർവീസിന്റെ അതീവ സുരക്ഷയെ പോലും ഭേദിക്കാൻ തക്കവണ്ണമുള്ള വലിയൊരു പദ്ധതിയാണ് ഇയാൾ തയ്യാറാക്കിയിരുന്നത്. അൽസാദി തന്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും ട്രംപ് കുടുംബത്തിന് നേരെയുള്ള കൊലവിളികൾ നിരന്തരം പങ്കുവച്ചിരുന്നു. US ഏജൻസികളുടെ സുരക്ഷയൊന്നും ഇവാങ്കയെ രക്ഷിക്കില്ല എന്ന് ഇയാൾ പ്രഖ്യാപിച്ചിരുന്നു. ഇയാളുടെ ഡിജിറ്റൽ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് US ഇന്റലിജൻസ് നടത്തിയ സൈബർ നിരീക്ഷണമാണ് ഒടുവിൽ വലിയൊരു അപകടം ഒഴിവാക്കാൻ സാധിച്ചത്. എങ്കിൽ പോലും ഇന്ന് മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് അമേരിക്കയിലെ ഈ ട്രംപ് കുടുംബത്തെ. കാരണം ഇറാന്റെ നീക്കങ്ങൾ എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. അങ്ങനെ അമേരിക്ക മൊത്തത്തിൽ ഭീതിപ്പെടുകയാണ്. സ്വന്തം രാജ്യത്തെ പ്രസിഡന്റിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്ത രീതിയിലേക്കാണോ അവിടുത്തെ സൈന്യം പോയിരിക്കുന്നത് എന്നാണ് മറ്റു ചോദ്യങ്ങൾ ഉയരുന്നത്. കാരണം അത്രയേറെ അടുത്തെത്തിയിരിക്കുന്നു. മകളുടെ നീക്കങ്ങൾ അറിഞ്ഞിരിക്കുന്നു, മകന്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റാതിരിക്കുന്നു, തലയ്ക്ക് വിലയിടുന്നു, എല്ലാം നിരീക്ഷിച്ച് ഒപ്പമുണ്ട്. അപ്പം അത്രയേറെ സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് മറ്റൊരു സംശയം. എന്തായാലും ഇപ്പോൾ നിലവിൽ അവിടെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. ട്രംപിന്റെ ഈ ഒരു സാഹചര്യത്തെ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിയായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മകന്റെ കല്യാണത്തിൽ നിന്ന് പിന്മാറിയതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രശ്നമാണ് അവിടെ ഉടലെടുത്തിരിക്കുന്നത്. ഇറാന്റെ നീക്കങ്ങൾ എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. നമുക്കറിയാം, ആദ്യം തൊട്ടേ വളരെ ശാന്തമായിട്ടുകൊണ്ടായിരുന്നു ഇറാൻ നിന്നിരുന്നത്. പക്ഷേ മുജതബ ഖമേനി കയറിയതിനു ശേഷം ഇറാന്റെ നിലപാടുകളും ഇറാന്റെ നീക്കങ്ങളും എല്ലാം മാറിയിരുന്നു.
മാറിയിരുന്നു. അതിനുശേഷം പിന്നീട് ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ നമ്മൾ കണ്ടതാണ്. അമേരിക്കയുടെ എയർബേസുകളിലേക്ക് നടത്തിയ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം രാജ്യത്തിന് ഏറ്റിരുന്നു. അതിന് പിന്നാലെ ഈ ഓരോ അവിടുത്തെ നേതാക്കളെയും കൊല്ലുന്നതിന് പകരമായിട്ട് ഇറാൻ പറഞ്ഞിരുന്നു നിങ്ങളെ ഞങ്ങൾ വധിക്കും, നിങ്ങളെ ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന്. പക്ഷെ അത് അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ട്രംപിന്റെ തലയ്ക്ക് വില പറഞ്ഞു, ട്രംപിന്റെ മകളുടെ തലയ്ക്കും ഇപ്പോൾ വില പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രശ്നമാണ്. ട്രംപിന്റെ കുടുംബത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇറാൻ നോക്കുന്നത്. ഇറാന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ ട്രംപ് ആകെ മൊത്തത്തിൽ വഴുതി മാറുകയാണ്. അതായത് ഈ മകന്റെ കല്യാണത്തിൽ പോലും പങ്കെടുക്കാതെ ഒളിച്ചോടുന്ന ഒരു രീതിയിലേക്ക് ട്രംപ് മാറിയിരിക്കുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ട്രംപിന് ഇനി യാതൊരു തരത്തിലുള്ള രക്ഷയില്ല. ഓടി ഒളിക്കുകയല്ലാതെ എവിടെങ്കിലും പോയി സേഫായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് നോക്കുന്നത്. അമേരിക്കൻ സൈന്യത്തിന് നേരിട്ടൊരു യുദ്ധത്തിന് മുതിരാതെ ശത്രുവിന്റെ കോട്ടയ്ക്കുള്ളിൽ കയറി ചോരപ്പുഴ ഒഴുക്കാൻ ഇറാൻ പണി തുടങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഇപ്പോൾ ഈ നടന്നിരിക്കുന്ന കാര്യം. അതായത് ട്രംപ് മകന്റെ കല്യാണത്തിൽ നിന്ന് പിന്മാറി ഒളിച്ചോടുന്നു. ഇവാങ്കയുടെ വധശ്രമം, ഖാസിം സുലൈമാനിയുടെ മരണത്തിന് പ്രതികാരമായിട്ട് ട്രംപ് കുടുംബത്തിന്റെ ചോരയ്ക്ക് വേണ്ടി ഇറാൻ കാത്തിരിക്കുകയാണെന്നാണ് ഈ ഒരു സംഭവം തെളിയിക്കുന്നത്. പ്രതി പിടിയിലായെങ്കിലും ഇറാന്റെ ചാരവലയങ്ങൾ ഇനിയും അമേരിക്കൻ മണ്ണിൽ സജീവമാണെന്നുള്ള തിരിച്ചറിവിലാണ് US കനത്ത ജാഗ്രതയിലുള്ളത്. വരും ദിവസങ്ങളിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ഒരു ചോരക്കളി വൻ സൈനിക നീക്കങ്ങളിലേക്ക് മാറുമെന്നുള്ള മുന്നറിയിപ്പാണ് ലഭിക്കുന്നത്.